അമ്മ എന്തിനാ അമ്മ എവളെയും വെച്ചോണ്ട് ഏത് സമയം ടി വി കണ്ടോണ്ടിരിക്കുന്നത്? സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്നാ. ഡേ 4 പെറ്റ് പിള്ളേരെ വളർത്തിയ എൻ്റെ അടുത്തെ ഇന്നലെ പെറ്റ നീ കൂടുതലൊന്നും ഉപദേശിക്കാൻ വരല്ലേ. എനിക്ക് അമ്മയുടെ കൂടെ തർക്കിക്കാൻ വയ്യ. അമ്മ ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇവളാണെങ്കിൽ ഇപ്പതേ ഒന്നും പറഞ്ഞാൽ കേൾക്കാതായി. നീ എന്തോന്നാ പറഞ്ഞേ? എന്റെ നോട്ടം ശരിയായില്ല, ഞാനാണ് കൊച്ചിനെ വഷളാക്കുന്നല്ലേ? ദേ കാര്യം എന്തോന്നായിരുന്നാലും ശരിയാണ്, എന്റെ മുമ്പിൽ വെച്ച് കൊച്ചിനെ വഴക്കുറേ അടിക്കാൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. അതെ, ഒരമ്മൂമ്മയായി എനിക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ തലമുറയിലെ അമ്മമാരെ എന്താ ചെയ്യണേന്ന് എനിക്കറിയാം. കാമുകന്റെ കൂടെ പോവാനായിട്ട് പിള്ളേരെയും കൊന്ന് ഒക്കെ നടക്കുന്നതല്ലേ. അമ്മ ഇത് എങ്ങോട്ടാ പറഞ്ഞു കയറി പോണത്? വഴക്ക് പറയേണ്ട സമയത്തെ പിള്ളേരെ വഴക്ക് പറഞ്ഞ് തന്നെ വളർത്തണം. ഇല്ലെങ്കിലേ നേരെ വളരൂല, വളഞ്ഞേ വളരുള്ളൂ. ചുമ്മാതല്ലടി, കൊച്ചിന് നിന്നെ കാണുമ്പോ പേടിയാവണത്. അവള് നിന്നെ ഒന്ന് നോക്ക പോലും ചെയ്യില്ല. അവക്ക് എന്നോടാ സ്നേഹം, അവക്ക് എന്നെ മാത്രം മതി അല്ലേ മോളെ? ഈ വീട്ടിൽ അവക്ക് ഏറ്റവും ഇഷ്ടം എന്നെ. അതെ, അമ്മ ഇങ്ങനെ അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് ആ സ്നേഹം. വന്നോന്ന് അവളുടെ വാശിയും കൂടി വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കെട്ടിയവൻ ഉൾപ്പെടെ 4 പിള്ളേരെ വളർത്തി ഒരു പൊസിഷൻ ആക്കിയവളാ ഞാൻ. എന്നിട്ടാണടി ഞാൻ വളർത്തുന്നത് ശരിയല്ലെന്ന് പറയുന്നത്. അമ്മയുടെ കൂടെ തർക്കിക്കാനൊന്നും ഞാൻ ഇല്ല. അമ്മ അവളെ ഇങ്ങോട്ട് വിട്ടെ. എന്തിന്? അവക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്തോളാം, നീ പോ. നീ ഇങ്ങനെ അച്ഛമ്മയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോടി, നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. ചുമ്മാതല്ല ഇവിടുത്തെ കൊച്ചു പോവാത്തത്. പിള്ളേരെ മനസ്സറിഞ്ഞ് പെരുമാറാൻ നോക്കണോടി. അതിനൊക്കെ കുറച്ച് കഴിവ് വേണം അല്ലേ മോളെ? നമുക്ക് സാമ്പാർ വേണോ ചമ്മന്തി വേണോ? എനിക്ക് കടലക്കറി മതി. കടലക്കറിയാ? ആ, കടലക്കറി മതി. ഇനിയിപ്പൊ കടല വേവിച്ച് കറിയൊന്നും വെക്കാൻ പറ്റില്ല. ഇതുള്ളത് കുട്ടിയങ്ങ് കഴിച്ചാ മതി. എനിക്ക് കടലക്കറി വേണം. മിണ്ടാതിരിക്ക അവിടെ. എന്നാ കഴിക്ക്. കഴിക്കടി അങ്ങോട്ട്. കഴിച്ചാ എന്താ പ്രശ്നം നിനക്ക്? ഡേ, നീ കൊച്ചിനെ തല്ലി കൊല്ലുവോ? അതെ, പിള്ളേര് കുരുത്തക്കേട് കാണിച്ചാലേ അടിയോടുത്ത് തന്നെ വളരണം, അല്ലാതെ കൊഞ്ചിക്കല്ല വേണ്ടത്. അതിന് അവൾ എന്തോന്നാ പറഞ്ഞേ? അവളൊരു കടലക്കറി വേണോന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ സാമ്പാറും ചമ്മന്തിയും ഉണ്ട്, അതൊന്നും അവക്ക് വേണ്ട. കടലക്കറി തന്നെ വേണം. ഇനി അത് ഉണ്ടാക്കിയാലോ അപ്പൊ അത് വേണ്ടെന്ന് പറയും. ഒന്നൊന്ന് വഷളായാണ് പെണ്ണ് വളരണത്. കൊച്ചിന് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, നിനക്ക് ഇഷ്ടമുള്ളതല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യ, അകത്തുനിന്ന് കടല വേവിച്ച് ഉണ്ടാക്കി കൊടുക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, കടല വെള്ളത്തിയിട്ട് കുതിരാതെ വേവിച്ച എങ്ങനെ വേവാനാണ്? മനസ്സ് വെച്ചാ കടലയെന്നല്ല അതിന്റെ അപ്പുറത്തെ സാധനം പിള്ളേർ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിനക്ക് അതിനൊന്നും വയ്യ. അതെങ്ങനെ? മോഡേൺ അമ്മമാര് മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ വയ്യ, അവരെ സ്നേഹിക്കാൻ വയ്യ. മക്കൾക്ക് അമ്മമാരോട് സ്നേഹമില്ല, അമ്മമാർക്ക് മക്കളോട് പഴയ പോലെ സ്നേഹമില്ല. അതാണ് ഇപ്പൊ കാണുന്നത്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്നേഹത്തിന്റെ കഥകള്. മക്കൾക്ക് അച്ചാമ്മ കടലക്കറി ഉണ്ടാക്കി തരാം, മക്കൾ എണീറ്റോ. കണ്ടു പടിയടി. അതെ, നമ്മുടെ കുഞ്ഞിനെ നിങ്ങളുടെ അമ്മ നോക്കുന്നതിൽ എനിക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ അടി മരുമോൾ പോയി എടുക്കുവാണോ? ഞാൻ വെറുതെ വഴക്കുണ്ടാക്കാൻ പറയുന്നൊന്നും അല്ല. വന്നു അവള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ അച്ഛമ്മാന്നും പറഞ്ഞ് ചെല്ലും. അമ്മയാണെങ്കിൽ എടുത്ത് തലയൊക്കെറ്റി വച്ചിട്ടുമുണ്ട്. എടി, നീ കൊച്ചായിരുന്നപ്പോൾ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ഇത് അത്ര വലിയ സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാണ്. നമ്മൾ നല്ലതും ചീത്തയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് വേണം വളർത്താൻ. എടി, ഞാൻ ഒന്നാമത് നല്ല ടയേർഡിലാണ്. നമുക്കേ വേറൊരു വീട്ടിലോട്ട് മാറിയാലോ? നീ എന്ത് വട്ടായി പറയുന്ന? അമ്മ കൊച്ചിനെ കുറച്ചധികം സ്നേഹിച്ചു പോയി എന്ന് പറഞ്ഞ അമ്മയും കുഞ്ഞിനെ പിരിക്കാൻ അത് നടക്കൂല. അല്ലെങ്കിൽ തന്നെ ഞാനും എൻ്റെ മോളും അമ്മയെ വിട്ട് എവിടെയും പോത്തില്ല. വേണമെങ്കിൽ നീ എവിടാന്ന് വെച്ചാ പൊയ്ക്കോ. എനിക്ക് കാറ് വേണം. നീ കാറ് വേണം. മിണ്ടാതിരിക്കാൻ. നീ കാറ് വേണം. മര്യാദക്കിരുന്നോ? നീ നല്ല അടി വാങ്ങിക്കും കേട്ടല്ല. കൊച്ചിനെ അടിക്കാതെ പറഞ്ഞ് മനസ്സിലാക്ക്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്ക്. ഇതേ കളിപ്പാട്ട എന്നെ മക്കൾ കഴിഞ്ഞ ആഴ്ച അടിച്ചു പൊട്ടിച്ചത്. എനിക്ക് വേണം കളിപ്പാട്ടം. ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ മോള് തല്ലി പൊട്ടിച്ചത്? എനിക്ക് വേണം. അത് വേണ്ട നമുക്ക്. എനിക്ക് വേണം. മോളെ പറയുന്നത് കേൾക്കുമോ? എനിക്ക് ആ കളിപ്പാട്ടം വേണം. വെറുതെ ഇരിക്കടി, എന്തൊരു വാശിയാണ് ഇവക്ക്. എനിക്ക് ആ കളിപ്പാട്ടം മര്യാദ നിന്റെ കളിപ്പാട്ടത്തിലൊന്നുമില്ല. എന്തിനാ ഈ 2 രൂപ കിടന്ന് ബേളം വെക്കുന്നേ? കാറ് നിന്നിട്ട് ആ കൊച്ചിന്റെ മെണ്ടൊക്കെ കയറിക്കും. എന്തു പറ്റും മോളെ? എന്തിനാ കൊച്ചിനോട് കറിയിക്കുന്നേ? അമ്മ കഴിഞ്ഞ ആഴ്ച അവളൊരു കളിപ്പാട്ട് എറിഞ്ഞു പൊട്ടിച്ചു. ഇന്ന് അതേ കണക്കൊരെണ്ണം കണ്ടായിരുന്നു. അതേപോലെ തുറന്ന ഇന്നും വേണമെന്ന്.
ചുമ്മാ എറിഞ്ഞു പൊട്ടിക്കാനാണ്. എടാ അവക്കൊരു കാർ വാങ്ങിച്ചു കൊടുത്തു എന്താ സംഭവിക്കണേ? നീ അവളെ പോലെ ആവുകയാണോ? അമ്മേ ഇപ്പൊ അതിന്റെ ആവശ്യം അവക്കില്ല. വെറുതെ ഓരോ വാശി. എടാ നീയൊക്കെ എന്തോന്ന് അച്ഛനാടാ. കൊച്ചൊരാഗ്രഹം പറഞ്ഞാ വാങ്ങിച്ചു കൊടുക്കാതെ ജോലിക്ക് പോണ എന്തിനാടാ നീ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്ന? അവളുടെ ഏത് ആവശ്യമാണ് വേണ്ടാന്ന് വെച്ചത്? ഇത് അനാവശ്യ കാര്യമോ? അത് അനാവശ്യമാണോ ആവശ്യമാണോ നീയാണോ തീരുമാനിക്കുന്നത്? ഏത് കടയെന്നാ വാങ്ങിച്ചേ? അച്ചാമ്മ മോക്ക് വാങ്ങിച്ചു തരാം. അച്ഛമ്മ വാങ്ങിച്ചത് അച്ഛമ്മ. ഈ അച്ഛൻ കൊള്ളൂല, ചീത്ത. നമുക്ക് അച്ഛന്റെ കൂട്ട് വിട്ടിട്ട് നമുക്ക് പോവാം. കണ്ടല്ലോ, ഒന്നും പറയാനില്ല, അനുഭവിച്ചു. അങ്ങനെ നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണമായി. കൊച്ചി ഇറങ്ങാനായിരുന്നല്ലേ? അവൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടിയാ. അപ്പൊ ഞങ്ങളും വിചാരിച്ച് അങ്ങ് പെട്ടെന്ന് നടത്താന്ന്. അല്ലേലും ചിങ്ങം തീരുന്നതിന്മേ കല്യാണം നടത്തുന്നത് നല്ലത് തന്നെ. ഞങ്ങളും അങ്ങനെ വിചാരിക്കുന്നേ, മാക്സിമം ചിങ്ങത്തിൽ തന്നെ നടത്തണം. അല്ല ഇവിടുത്തെ മോളെന്തേ? അവളുടെ റൂമില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ കുസൃതി കാണിച്ചത് എല്ലാം തട്ടിമറിച്ചിടും. അയ്യോ, അവള് വിളിക്കോ? ഞാൻ അവൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ കാണാതെ എങ്ങനെയാ പോകുന്നേ? മോളെ മോളെ ഇങ്ങ് വന്നേ. വന്നില്ല, വാ. സുഖാണോ? മോള് വരുന്ന ആന്റിയുടെ കൂടെ. അവിടെ 2 പൂച്ചയുണ്ട്, കളിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് പൂച്ചയൊന്നും വേണ്ട, എനിക്ക് കളിക്കാൻ അച്ഛമ്മയുണ്ട്. അതെന്താ പൂച്ചയോട് കളിക്കണ്ടേ? അച്ഛമ്മയുടെ കൂടെ മാത്രം കളിച്ചോണ്ടിരുന്നാ മതിയോ? അയ്യോ, മൊബൈൽ എടുത്തൂടാ, കൊച്ചുകുട്ടികൾ മൊബൈലിൽ കളിച്ചൂടാ. നീ തന്നെ അച്ഛമ്മ, ഈ അമ്മ എന്നെ നുള്ളുന്നു. എന്തിനടി കൊച്ചിനെ നുള്ളുന്നേ? അല്ലേലും 2 എണ്ണത്തിന് ആവശ്യമില്ലാതെ കൊച്ചിന് ഉപദ്രവമുണ്ട്. പോട്ട് മോളെ, നല്ല നൂഴിച്ചു കൊടുക്കാം. അച്ഛനടിക്ക്, അച്ഛൻ സൂപ്പറാണ്. വീട്ടിൽ വരുന്ന വിരുന്നുകാരത്ത് ഉപദ്രവിക്കുന്നില്ല, നല്ല സ്വഭാവം. ചുമ്മാ അല്ലേലും നിനക്കും അവക്കും കൊച്ചിന് ഉപദ്രവം കുറച്ച് കൂടുതലാ. അമ്മേ വെറുതെ ആൾക്കാരിക്കും. മോള് വാ, നമുക്ക് കാർട്ടൂൺ കാണാം. മോളെ എന്തായാലും അച്ഛമ്മ നല്ല രീതിക്കാ വളർത്തുന്നത്. ഈ രീതിയിലാണ് വളർത്തുന്നതെങ്കിലേ അത് ആ കുഞ്ഞിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, വേറൊന്നും തോന്നരുത്. മോളെ നമുക്ക് കളിക്കാൻ ആരുമില്ലെന്നല്ലേ സങ്കടം? ഇപ്പൊ ഉടനെ ഒരാൾ വരാൻ പോകുന്നു. ആരാ അച്ഛാ? മോക്കൊരു അനിയനോ അനിയത്തിയോ ഉടനെ വരും. അപ്പൊ മോള് വലിയ ചേച്ചിയാവും. ഹായ്, അത് കൊള്ളാലോ അച്ഛാ. അമ്മ, ഞാൻ അച്ഛമ്മയോട് പോയി പറയട്ടെ, ഞാൻ വലിയ ചേച്ചിയാവുന്നു. എടി അവൾക്ക് നല്ല സന്തോഷമായി കാണുമല്ലേ? അവൾക്ക് ഇപ്പൊ ഒരു കൂട്ട ആവശ്യമായിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ പെട്ടെന്നാക്കിയത്. പിന്നെ നിനക്കിപ്പോ 2ാമത് വിശേഷമുണ്ടോ? ഉണ്ടമ്മേ, ഇന്ന് രാവിലെ ക്ഷീണം കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങളിതാ ഡോക്ടറെ കാണാൻ പോവായിരുന്നു. ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ ഒരു കാര്യം കൂടി ചോദിക്കണേ. ഇത് കളയാൻ പറ്റുന്ന അവസ്ഥയിലാണോന്ന് കൂടെ ഒന്ന് ചോദിക്കണം കേട്ടാ. കളയാനോ? അതെന്തിന്? അമ്മ എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് 2ാമതൊരു കുട്ടിയും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അതെ, മോളെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കണം. അതിന് തന്നെ നല്ലൊരു ചെലവ് വരും. അവളെ കളരി പഠിപ്പിക്കണം, ഡാൻസ് പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം. ഇതിനൊക്കെ ചെലവിന് പുറമെ ഇങ്ങനെ ഒരു ഇതും കൂടെ ആകുമ്പോൾ പറ്റത്തില്ല. ഈ തീരുമാനങ്ങളൊക്കെ ആരാ എടുത്തത്? കൊച്ചിന്റെ അച്ഛനാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ തീരുമാനിച്ചു. ശരി ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ കൊച്ചിനെ കളയേണ്ട അവസ്ഥയൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം. എന്തായാലും പ്രഗ്നൻസി ആയി. ഇനി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. നീ വന്നേ, OP സമയമായി. മോളെ, മോക്ക് കളിക്കാൻ അനിയനെ വേണ്ടേ? ആ അച്ഛമ്മേ, വേണോ? അങ്ങനെ ഇപ്പോഴേ മോളത്തെ സ്നേഹവും ഇല്ല, ഏത് സമയം വഴക്കുമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് മോളെ, 2ാമതൊരാൾ വന്നാലേ മോളെ ആഹാരം, കളിപ്പാട്ടം എല്ലാം ഷെയർ ചെയ്യേണ്ടി വരും. പിന്നെ അച്ഛമ്മയും മോളെയും തമ്മിൽ പിരിക്കുകയും ചെയ്യും. അയ്യോ, ഒന്നും എനിക്ക് വേണ്ട. മോളെ, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ മോളെ, അച്ഛനും അമ്മയും സമ്മതിക്കൂല. ഇനി ആ കൊച്ചു വന്നാലേ
അച്ചമ്മയ്ക്ക് ഇനി അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പോഴേ മോളടുത്ത് അവർക്ക് സ്നേഹമില്ല. അച്ചമ്മയ്ക്ക് മോളെയും നോക്കാൻ സമയവും കിട്ടൂല. അച്ചാമ്മ എന്റെയാ, എനിക്ക് അച്ചാമ്മ മതി. അതെ, മോളുടെയാ. എല്ലാത്തിനും അച്ചമ്മ ഒരു വഴി കണ്ടിട്ടുണ്ട്. മോളെ, അച്ചമ്മേ അവിടെ ഇച്ചിരി എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. മോള് അമ്മയെ പതുക്കെ പോയി വിളിച്ചോണ്ട് പോവാ. അമ്മ ചെറുതായിട്ടൊന്ന് വീഴും. അയ്യോ, മോളെ കുഴപ്പമില്ല, നമുക്ക് കുഞ്ഞുവാവെ കളയണ്ടേ. ആ, മോള് പോയി വിളിച്ചോണ്ടോ. അച്ചമ്മ ഇവിടെ ഒളിച്ചിരിക്കാം. പോയിട്ട് വാ. അമ്മേ അമ്മേ ഒന്നിങ്ങ് വാ. അയ്യോ അയ്യോ അമ്മേ. അച്ഛമ്മ, അച്ഛനാണ് വീണത്, അമ്മയല്ല. മാറിപ്പോയി. ആരുടെ ഇവിടെ ഓയിൽ വെച്ചത്? അയ്യോ എന്തു പറ്റി? എന്തോ അടി നീ കാണിച്ചു വെച്ചത്? വാവേ വേണ്ട, അതുകൊണ്ട് ചെയ്തതാ. അമ്മയാണല്ലേ ഇതിന്റെയൊക്കെ കൂട്ടിക്കുന്ന. അമ്മയ്ക്ക് നാണമില്ലേ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ വിഷം കുത്തി വെക്കാൻ? 4 പ്രസവിച്ചു പോലും. ഇങ്ങനെയാണോ നിങ്ങൾ ഈ 4 മക്കൾക്കും പറഞ്ഞ് വളർത്തുന്നത്? അമ്മ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ കുറച്ച് ദിവസം ആ സുമയുടെ വീട്ടിൽ പോയി നിൽക്ക്. മോളെ ഞങ്ങൾ വളർത്തിക്കോളാം. എടാ, ഇവക്ക് എല്ലാവരും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടല്ലേടാ. അവള് നല്ല പഠിച്ച് അവക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടി കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊന്നുമല്ല, എല്ലാ അമ്മയുടെ അടവാണ്. ഇനി ഇങ്ങനത്തെ ഉപകാരം ഒന്നും വേണ്ട. അമ്മ സുമയുടെ വീട്ടിലങ്ങ് പോയാൽ മതി. വാടി ഇവിടെ.